ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു സൺഫ്ലവർ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അളവിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് 1 മീറ്റർ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലും 1/2 മീറ്റർ സെയിം കളറിലുള്ള നെറ്റും 1/2 മീറ്റർ ക്രൈപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അതിപ്പോൾ 10 ഇഞ്ച് സ്കർട്ട് പോർഷന് വേണ്ടിയിട്ടും 5 ഇഞ്ച് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുമാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ലെങ്ത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ചിൽ 2 പീസുകൾ നമുക്ക് സ്കർട്ട് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ചിലാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് 1.5 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് ഷോൾഡർ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്ത് നിന്നും ഏകദേശം ഒരു 3/4 ഇഞ്ചോളം താഴേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് സിബ് വെക്കുന്നില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും ഊരാനൊക്കെ കഴിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടിനും സ്കർട്ട് പോർഷനും വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ശേഷം ഷോൾഡറും കൂടി ഒന്ന് കൂട്ടിയെടുത്തിട്ട് ഈ ഒരു ഭാഗം 4 ഇഞ്ച് വീതിയിലൊന്ന് 2 തവണയായിട്ട് മടക്കി തയ്ക്കാം. ആദ്യം സ്കർട്ട് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസുകളും കൂട്ടിയടിച്ചതിന് ശേഷം സ്കർട്ട് പോർഷനിലേക്കൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ലൈനിങ്ങും കൂടി ഒന്ന് ഫ്രില്ലിട്ടെടുത്തതിന് ശേഷം ഫ്രോക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എടുത്ത 1/2 മീറ്റർ നെറ്റിന് 5 ഇഞ്ച് വീതിയിലും 5 ഇഞ്ച് നീളത്തിലുമായിട്ടുള്ള കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി സർക്കിൾ ഷേപ്പിലുള്ള ഒരേ അളവിലുള്ള 2 യെല്ലോ പീസും അതിനേക്കാൾ ചെറിയ അളവിലുള്ള 2 ബ്ലാക്ക് പീസും എടുക്കുക. നമ്മൾ നേരത്തെ ഫ്ലവറിനായിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെ ഇതുപോലെ മടക്കിയിട്ടാണ് ഞാൻ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഇതളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിരുന്ന നെറ്റിൻ്റെ പീസുകളൊക്കെ ഞാനിതുപോലെ ഇതളുകളാക്കി എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്തെടുത്തിരുന്ന സർക്കിൾ പീസുകളെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് അതിൻ്റെ അരിക വശത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. തയ്ക്കാതെ വിട്ടിട്ടുള്ള ഒരു 1/2 ഇഞ്ചിലൂടെ നമുക്ക് പേനയോ ഈർക്കിളോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതിനെ ഒന്ന് കുത്തി മറിച്ചെടുക്കാം. ഇനി ഈ ഒരു പീസിലേക്ക് ഇതളുകൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഇതളുകളൊക്കെയും തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ബ്ലാക്ക് പീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് തുന്നിയെടുക്കാം. കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് കൂടി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നിപ്പിടിപ്പിക്കാം. ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ നമുക്ക് ഫ്രോക്കിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നിക്കൊടുക്കാം. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്കിലായിട്ട് ഒരു കൊളുത്ത് കൂടി തുന്നിക്കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ലാസ്റ്റ് ലുക്ക്. തുണിയും തയ്യൽ കൂലിയും അടക്കം 300 രൂപയാണ് ഈ ഒരു ഫ്രോക്കിന് വരുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.